ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോയമ്പത്തൂർ സാധനങ്ങളൊക്കെ ഇറക്കി ഇനി നമ്മൾ നേരെ ഈറോഡ് പോവുകയാണ്. നമുക്ക് ക്ലോത്തുകളും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കാനുണ്ട്, കുറച്ച് നമുക്ക് തിരിച്ച് നാട്ടിലോട്ട് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ. അപ്പോൾ അവിടെ ലോഡ് എടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ കരുതി. നമ്മളെ നാട്ടിലെ പോലെയില്ല കേട്ടോ, ഇവിടെ ആകെ 10 രൂപ ഒരു ഗ്ലാസ്സിനുള്ളൂ. നമ്മളവിടെയൊക്കെ 25-30 അല്ലേ ഒരു ഗ്ലാസ്സിന് മേടിക്കുന്നത്. വളരെ ചെറിയ റോഡുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവിടെ ഫുള്ള് കാളവണ്ടികളാണ് ഫുൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്നപ്പോൾ കുറച്ച് പേരെ പരിചയപ്പെട്ടു കേട്ടോ. नेपाल मदन भैया, मदन बहादुर भैया नेपाल भैया. आप हम केरला से. केरला दोनों केरला. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് ലോഡുകൾ ഇറക്കാനേ കയറ്റണം. നമുക്ക് കയറ്റുണ്ട്, ലോഡ് കുറച്ച് നാട്ടിലോട്ട് കൊണ്ടുപോകാനുണ്ട്, ഇവിടെ കുറച്ച് ഇറക്കാനുണ്ട്. അപ്പം അത് കാണാം. ഇതാണ് കേട്ടോ ആനന്ദണ്ണൻ. ഈ പുള്ളി ഒറ്റക്കാണ് ഇത്രയും സാധനങ്ങൾ കയറ്റുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പോട്ടർമാരുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളാണെങ്കിൽ പോലും. ഇവിടെ ഈ ലോഡ് മുഴുവൻ ഏറ്റുന്നത് ഈ പുള്ളി ഒറ്റക്കാണ് കേട്ടോ. ഇതെന്നോട് വ്ളോഗ് ഒരു ഹായ് സൊല്ലുങ്കോ. പേര് സൊല്ലുങ്കോ. ആനന്ദ്. അങ്ങനെ നമ്മളിവിടെ ലോഡൊക്കെ എടുത്തിട്ട് നേരെ തിരുപ്പൂർ പോകാൻ കേട്ടോ. ഇനി നമുക്ക് തിരുപ്പൂരാണ് പോകേണ്ടത്. തിരുപ്പൂർ എത്തിയപ്പോൾ നന്നായിട്ട് വിശന്നിരുന്നു. ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഇവിടുത്തെ ഫേമസ് ബിരിയാണി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടോ. A1 ബിരിയാണി ആണ് വൻ ഹൈപ്പ്. തിരുപ്പൂർ വന്നൊരു A1 ബിരിയാണി ട്രൈ ചെയ്ത് നോക്കല്ലേ. തമിഴ്നാട് സ്റ്റൈൽ സൂപ്പർ. കളറുണ്ട് ആള് തമിഴ്നാട്. അങ്ങനെ നമ്മൾ നമ്മുടെ അവസാനത്തെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ലോഡ് കൂടി കയറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ നാട്ടിൽ തന്നെ പോട്ട് തിരിച്ച്. അങ്ങനെ നമ്മൾ ഡീസൽ അടിക്കാൻ വേണ്ടി കയറിയതാണ്. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ രാവിലെ വണ്ടി നിർത്തിയുള്ള സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഇറങ്ങാണ്. കുഞ്ഞോന് ഈ ലോഡ് എടുത്തിട്ട് അവൻ നേരെ ഫറൂഖ് പോകും. നമ്മളിവിടെ നേരെ വീട്ടിലോട്ട് പോവാണ്. സത്യം പറഞ്ഞാൽ ഈ യാത്രയിൽ എനിക്ക് ഡ്രൈവർമാരോടൊക്കെ ഭയങ്കര റെസ്പെക്ട് തോന്നിട്ടോ. നമ്മളെ വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ കുഞ്ഞോന് പോകുന്ന പോലെ തന്നെ ഒരുപാട് ഡ്രൈവർമാർ നമ്മൾ പോകുന്ന ഉടനീളം നമ്മൾ റോഡിൽ കണ്ടിട്ടുണ്ട്. അവരവരുടെ ഉറക്കവും അവരുടെ ഹെൽത്ത് എല്ലാം മാറ്റി വെച്ചിട്ടാണ് സ്വന്തം ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നത്. സ്വന്തം ഫാമിലിക്ക് വേണ്ടിയിട്ട് രാവും പകലില്ലാതെ അധ്വാനിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ യാത്രയിൽ കണ്ടു. അപ്പോൾ ഫ്രണ്ട്സ്, ഇനിയും നല്ല വ്ളോഗുകളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ.